നാടിന്റെ പൊതു ആവശ്യത്തിന് പൊന്നും വിലയുള്ള ഭൂമി ദാനം ചെയ്ത് കണ്ണൂർ രൂപത. തളിപ്പറമ്പ് പട്ടുവം വില്ലേജ് ഓഫീസിന് കെട്ടിടം പണിയാനാണ് 10 സെന്റ് ഭൂമി രൂപത നൽകിയത്. കണ്ണൂർ ADM കലാഭാസ്കറിന് ഭൂമിയുടെ ആധാരം കണ്ണൂർ രൂപത സഹായമെത്രാൻ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി കൈമാറി. നമ്മൾ ഇങ്ങനെയാണ് ഒരാവശ്യം വന്നാൽ അവിടെ സ്വത്ത്. ഇനി ഈ വില്ലേജ് ഓഫീസ് ഒന്ന് കാണുക. പട്ടുവം വില്ലേജ് ഓഫീസാണിത്. 3 പതിറ്റാണ്ടായി പട്ടുവം ജനത ആശ്രയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസ്. 2 സെന്റ് സ്ഥലത്ത് ഇടുങ്ങിയ ഓഫീസ്. ഇതാണെങ്കിൽ ചോർന്നൊലിക്കുന്നു. വില്ലേജ് ഓഫീസുകളെല്ലാം സ്മാർട്ടാക്കുന്നതിന് സർക്കാർ ഫണ്ട് അനുവദിച്ചിരുന്നു. പട്ടുവത്തിനും 45 ലക്ഷം രൂപ വകയിരുത്തി. പക്ഷേ 2 സ്ഥലത്ത് എങ്ങനെ കെട്ടിടം നിർമ്മിക്കുമെന്നത് ആശങ്കയായി. പട്ടുവം വില്ലേജ് ഓഫീസറും അസിസ്റ്റന്റുമാരുമെല്ലാം നാട്ടുകാരുടെ സഹായം തേടി. അങ്ങനെ കാര്യം കണ്ണൂർ രൂപതയുടെ ശ്രദ്ധയിലും എത്തി. വെള്ളിക്കിൽ റോഡ് ജംഗ്ഷനിലെ കുഞ്ഞുമുറ്റത്ത് രൂപതയുടെ പേരിൽ സ്ഥലമുണ്ടെന്ന് കണ്ടതോടെ അത് നാടിനായി നൽകാൻ പിതാക്കന്മാർ തീരുമാനമെടുത്തു. കണ്ണൂർ ബിഷപ്പ് ഹൗസിൽ വെച്ച് 10 സെന്റ് ഭൂമിയുടെ ആധാരം കണ്ണൂർ രൂപത സഹായമെത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി കണ്ണൂർ ADM കലാഭാസ്കറിന് കൈമാറുകയും ചെയ്തു. സൂക്കോളച്ചൻ കാട്ടിയ മഹത്തായ മാതൃകയാണ് കണ്ണൂർ രൂപതയും പിന്തുടരുന്നതെന്ന് ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി പറഞ്ഞു. സുക്കോളച്ചൻ കണ്ണൂറും കാസർഗോഡുമായിട്ട് പാവപ്പെട്ടവർക്ക് വേണ്ടി ഒത്തിരി സ്ഥലം രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പിന്തുടർച്ചയെന്നവണ്ണം ഇന്നൊരു വില്ലേജ് ഓഫീസിന് 10 സെന്റ് കണ്ണൂർ രൂപത അതിൻ്റെ ഡോക്യുമെൻ്റ് കൈമാറുമ്പോൾ ഏറെ സന്തോഷമുണ്ട്. കാരണം സഭ ആധുനിക യുഗത്തിൽ എന്നുള്ള വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖയായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രവും സഭയും കൂടി കൈകോർത്താൽ പൊതുജനങ്ങൾക്ക് എത്രമാത്രം നന്മ ചെയ്യാൻ കഴിയുന്നതിന് എന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടിയാണ്. വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം ഏറെ പ്രയാസകരമായപ്പോൾ വില്ലേജ് ഓഫീസറും തളിപ്പറമ്പ് RDO ആയിരുന്ന EP മേഴ്സിയും കണ്ണൂർ രൂപതയുമായി ബന്ധപ്പെട്ട് നടത്തിയ ശ്രമങ്ങളാണ് ഭൂമി ലഭ്യമാക്കുന്നതിലേക്ക് എത്തിയതെന്നും പകരം വെക്കാനില്ലാത്ത ഈ നന്മ നാടിന്റെ ആകെ മാതൃകയാണെന്നും കണ്ണൂർ ADM കലാഭാസ്കർ പറഞ്ഞു. ഇപ്പോൾ നിലവിൽ പട്ടുവം വില്ലേജ് ഓഫീസ് വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. ചെറിയൊരു വളരെ സൗകര്യം കുറഞ്ഞ അവസ്ഥയിലാണ്. പൊതുജനങ്ങൾ നിരന്തരം ബന്ധപ്പെടുന്നതും ആയ അതിൻ്റെ അസൗകര്യങ്ങൾ, പിന്നെ വില്ലേജിലെ ജീവനക്കാർക്ക് ഫയലുകളും റെക്കോർഡുകളും കൈകാര്യം ചെയ്യാനുള്ള സ്ഥലക്കുറവ്, അങ്ങനെ വളരെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ് വില്ലേജ് ഓഫീസർ പിന്നെ ഈ സഭയുമായിട്ട് ബന്ധപ്പെടുകയും ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വില്ലേജ് ഓഫീസറുടെ മനസ്സിൽ വന്ന ഒരു ആശയമാണ്. അത് പിന്നീട് അന്ന് തളിപ്പറമ്പ് RDO ആയിരുന്ന മേഴ്സി മാഡത്തിലൂടെ മുന്നോട്ട് നീങ്ങി. അതിൻ്റെ ഒരു ഫലപ്രാപ്തിയാണ് ഇന്നത്തെ ദിവസം ഈ ആധാരം 10 സെന്റ് ഭൂമിയുടെ ആധാരം കേരള ഗവർണറുടെ പേരിൽ കൈപ്പറ്റുന്നതിലൂടെ സാർത്ഥകമായിട്ടുള്ളത്. അതിനുള്ള ഒരു നന്ദി രൂപതയോട് അറിയിച്ചാൽ മാത്രം പോരാ. അത് എങ്ങനെ വാക്കുകളിലൂടെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാ ആൾക്കാർക്കും മാതൃകയായിട്ടുള്ള ഒരു കാര്യമാണ്. അധികം ആൾക്കാർ ചെയ്യാൻ പിന്നെ മടിക്കുന്ന ഒരു കാര്യമാണ്. പൊതു നന്മയ്ക്കായിട്ടൊരു വില്ലേജിന് മുഴുവൻ പ്രയോജനകരമായ രീതിയിലാണ് ഈ പിന്നെ കാര്യം സഭ ചെയ്തിട്ടുള്ളത്. രൂപതയുടെ എല്ലാ നന്ദിയും ആദരവും അറിയിക്കുന്നു. വിരമിച്ചെങ്കിലും നാടിനാകെ മാതൃകയായ ആധാരം കൈമാറുന്ന ചടങ്ങിൽ മുൻ കണ്ണൂർ ADM-ഉം തളിപ്പറമ്പ് RDO-യുമായ EP മേഴ്സിയും സംബന്ധിച്ചു. ഫാദർ ക്ലാരൻസ് പാലിയത്ത്, റവറൻ ഫാദർ ജോർജ് പൈനാടത്ത്, ഫാദർ വിപിൻ വില്യം, ഫാദർ സുദീപ് മുണ്ടക്കൽ, തളിപ്പറമ്പ് തഹസിൽദാർ P സജീവൻ, പട്ടുവം വില്ലേജ് ഓഫീസർ C റീജ, വില്ലേജ് അസിസ്റ്റന്റ് PV വിനോദ് കുമാർ എന്നിവരും ആധാരം ഏറ്റുവാങ്ങുന്ന ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. 30 ലക്ഷത്തിലധികം രൂപ വില വരുന്നതാണ് കണ്ണൂർ രൂപത കൈമാറുന്ന ഈ ഭൂമിയായതോടെ പട്ടുവം വില്ലേജ് ഓഫീസും ഇനി ഹൈടെക് ആവും. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.